ഇനി നമുക്ക് പത്തനംതിട്ടയിലേക്കാണ് പോകേണ്ടത്. AB ജയശങ്കർ ശരിയാണ്. ജയശങ്കർ, പത്തനംതിട്ട ജില്ലയിൽ എന്താണ് അവസ്ഥ? ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ ആശങ്കപ്പെടുത്തുന്ന ഒരു മഴ ജില്ലയിൽ ഇതുവരെ പെയ്തിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. ഞാനിപ്പോൾ പത്തനംതിട്ട നഗരത്തിലാണുള്ളത്. ഇവിടെ കഴിഞ്ഞ കുറച്ച് മിനിറ്റുകളായി അത്യാവശ്യം ചാറ്റൽ മഴയുണ്ട്. ജില്ലയുടെ മലയോര ഒപ്പം തന്നെ വനമേഖലയിൽ ഒറ്റപ്പെട്ട രീതിയിൽ ശക്തമായ മഴ ഇന്നലെ രാത്രി മുതൽ ഉണ്ടായിരുന്നു. പക്ഷേ രാവിലെയോടുകൂടി അവ വലിയ തോതിൽ ശമിച്ചു എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ. ഒപ്പം തന്നെ ജില്ലയിലെ പമ്പ ഒപ്പം തന്നെ അച്ചൻകോവിൽ നദികളിൽ ആളുകൾ ഇറങ്ങുന്നതിന് നിലവിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നദിയിലെ ജലനിരപ്പ് ഈ വനത്തിൽ ഉൾപ്പെടെ മഴ പെയ്യുമ്പോൾ ഉയരാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിയന്ത്രണം നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് നദികളിലെ ജലനിരപ്പ് ഏതെങ്കിലും തരത്തിൽ ആശങ്കയുയർത്തുന്ന തരത്തിൽ ഉയർന്നിട്ടില്ല എന്നാണ് ജില്ലാ ഭരണകൂടവും ഒപ്പം തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും നിലവിൽ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ജില്ലയിൽ ഈ രാത്രികാല യാത്രകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലയോര മേഖലകളിലൂടെയുള്ള രാത്രികാല യാത്രയാണ് ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസം താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ജില്ലയിലെ കോറികളുടെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെയും പ്രവർത്തനം ജൂലൈ 1 വരെ ജില്ലാ കളക്ടർ നേരത്തെ നിരോധിച്ചിരുന്നു. ഈ മഴയും ഒപ്പം തന്നെ കാലാവസ്ഥാ പ്രശ്നങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഒരു ജാഗ്രതാ നിർദ്ദേശത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു നിയന്ത്രണം നടത്തിയത്. ഈ കോട്ടയം ജില്ലയിൽ മഴ പെയ്ത മണിമലയാർ ഉൾപ്പെടെ ജലനിരപ്പ് ഉയർന്ന തിരുവല്ല മേഖലയിൽ വലിയ പ്രതിസന്ധിയാകും. തിരുവല്ലയിൽ പലയിടങ്ങളിലും വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. നിലവിൽ ഈ മഴക്കെടുതികളോ മറ്റ് അനിഷ്ടങ്ങളോ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല SKN.